ഹലോ സ്ട്രേഞ്ചേഴ്സ്, എല്ലാവർക്കും എൻ്റെ സ്വർഗത്തിലേക്ക് സ്വാഗതം. 2-3 വർഷമായിട്ട് എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുക ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആകണമെന്ന്. വിഷയം മറന്നു. അങ്ങനെ ആ രാത്രി ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങി. അങ്ങനെ ഞാൻ 2ാമത് യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി യൂട്യൂബിലല്ല എൻ്റെ കഴിവുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണെന്ന്. നോക്കണ്ട, ആ ഒന്ന് ഞാനാ. പക്ഷെ ഞാൻ ഇവിടെ നിർത്തിയില്ല. പരിശ്രമിച്ച് അയ്യോ, അതല്ല. അങ്ങനെ തുടങ്ങിയതാണ് ഈ സ്വർഗം. ഇവിടെ നിങ്ങൾക്ക് സമാധാനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റിലേക്ക് കുതിച്ചു. അപ്പോഴാണ് ഗൈസ് എനിക്ക് ആ നഗ്നസത്യം മനസ്സിലായത്. ഇവിടെ കണ്ടന്റ് ക്ഷാമമാണ്. ഇവിടെ കണ്ടന്റ് ക്ഷാമമാണ്. അതുകൊണ്ട് തന്നെ കണ്ടന്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് ചിലർ വീട്ടിൽ അടിയും ബഹളവും ഉണ്ടാക്കി റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് വേറെ ചില തലയുള്ള ബ്രെയിനിൽ വെച്ചിട്ട് കൊച്ചുങ്ങളുടെ ഇവിടെ മരത്ത് തുള്ളിച്ചാടി കളിക്കുന്നു, കളിമണ്ണിൽ കളിക്കുന്നു, ചൊച്ചി ഉണ്ടാക്കി കളിക്കുന്നു. വേറെ ചിലർ എന്നെ പോലെ കണ്ടന്റ് ഒന്നും കിട്ടാതാകുമ്പോൾ കണ്ടവരെ കുത്തി കണ്ടന്റ് ഉണ്ടാക്കുന്നു. ചിലവർ റോസ്റ്റ് ചെയ്യുന്നു. വേറെ കുറെ പേർ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നു. അവരെ പറ്റി വീഡിയോ ചെയ്യാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഫീൽഡില് അഭിജിച്ചേട്ടനുണ്ട്, പിന്നെ എന്റെ ആവശ്യമില്ലല്ലോ. അഭിജിത്തണ്ണ ഞാൻ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്തു, അതിന് അന്നെ പ്രൊമോട്ട് ചെയ്യുവോ? അങ്ങനെ കണ്ടന്റിന് വേണ്ടി അലഞ്ഞ് മലയാളം ട്രെൻഡിങ് വീഡിയോസ്. അതുകൊണ്ട് പേടിച്ചതൊന്നുമല്ല, നമുക്ക് വേണ്ടത് സ്വർഗമല്ലേ. എല്ലാം പോട്ടെ, കൂട്ടുകാരുടെ അടുത്ത് പോയി ഐഡിയ ചോദിക്കാമെന്ന് ചിന്തിച്ചാൽ പോത്തിന്റെ ഫോട്ടോ എഴുതി എന്നിട്ട് പശുമ്പ എന്ന് പറഞ്ഞ കൂട്ടുകാരാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഗൈസ് കണ്ടന്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് കണ്ടന്റിനെ കുറിച്ച് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തു. അപ്പൊ ഗൈസ്, ഇനി നമ്മൾ സ്ട്രേഞ്ചേഴ്സ് അല്ല. എൻ്റെ പേര് ശംഭു. ഇതുപോലുള്ള രസകരമായ വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്കൊരു സ്വർഗമുണ്ടാക്കാം, അതിൽ ആനന്ദം കണ്ടെത്താം. അപ്പൊ ഗൈസ്, അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. അതുവരേക്കും ഞാൻ ധ്യാനിക്കട്ടെ.